വാർത്തയിലേക്ക് 6 ലക്ഷത്തോളം കുട്ടികളും 1 ലക്ഷത്തോളം അധ്യാപകരുമുള്ള പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ പൂർണ്ണമായി തഴയുകയാണെന്ന് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് കുഴൽമന്നം. സർക്കാർ തലത്തിലെ കലാകായിക മത്സരങ്ങളിൽ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തഴയപ്പെടുന്നത് പുനഃപരിശോധിക്കണമെന്നും ജയപ്രകാശ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്ന സ്വകാര്യ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ കായിക അഭിരുചി വളർത്തുന്നതിനായിട്ടാണ് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം ഉൾക്കൊണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നിരന്തരം പരിശീലനം നൽകുന്നുണ്ട്. AKPSA കായിക മത്സരങ്ങളിൽ ജനുവരി 11-ന് പറളി സ്കൂളിൽ നടക്കും. ജില്ലയിലെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്നായി 800ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കിഡ്സ്, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ആൺ-പെൺ വിഭാഗങ്ങളിലായാണ് മത്സരം. മികച്ച വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും സമ്മാനം നൽകുമെന്നും ജയപ്രകാശ് പറഞ്ഞു. അവർ CBSE സ്കൂളിലൊക്കെ 300 കുട്ടികൾ ഇത്ര ഏക്കർ സ്ഥലം 2 ഏക്കറൊക്കെ ഉണ്ടല്ലോ. അത് നമുക്ക് ഒറ്റയടിക്ക് ഒരിക്കലും ആയിട്ട് അംഗീകാരത്തിന് കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളുകൾ സാൻജോ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് വെള്ളപ്പറയിലിപ്പുണ്ട്. സാർ, ഇതിപ്പോൾ നമുക്ക് പ്രൈവറ്റ് ബുക്കുകളുടെ സിലബസ്, ഇപ്പോൾ ഞാൻ മാക്മില്ലൻ സിലബസാണ് ഫോളോ ചെയ്യുന്നത്. മാക്മില്ലനാണ്. പിന്നെ പാസ്വേഡ് ഉണ്ട്, പിന്നെ ഏഷ്യ ബുക്ക് ഉണ്ട്, പിന്നെ സാർ റെയിൻബോർഡ്, ഹോളി ഫെയ്ത്ത് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ അതിന് സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കാനായിക്കൊണ്ട് നമുക്ക് ഏത് സിലബസ് വേണമെങ്കിലും ഫോളോ ചെയ്യാണ്. എന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് 8th പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് 2 പഠന രീതികളും വ്യത്യാസമാണല്ലോ. ഇത് നമ്മൾ ബുക്ക് ബേസ്ഡായിട്ട് കുറച്ചുകൂടെ പോകണമെന്നാണ് CBSE ബേസ്ഡ്. മറ്റത് ആക്ടിവിറ്റീസ് ബേസ്ഡായിട്ട് പോയതുകൊണ്ട് ഒരു 2-3 മാസമൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട്. പക്ഷെ അവർ ബേസ് ഒരുപാടുണ്ടാവും. അല്ല, പക്ഷേ ഞാൻ കേട്ടത് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെ എളുപ്പം എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊന്നും പഠിക്കാനില്ല, അത് ശരിയാണ്, വളരെ ഈസിയാണ്. പ്രസിഡന്റ് AV കൃഷ്ണൻകുട്ടി, രക്ഷാധികാരി M ബാലൻ, അബ്ദുൽ ഖാദർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.